സിപിഎമ്മിനെതിരെ വിമർശനവുമായി എസ് രാജേന്ദ്രൻ. സിപിഎം തന്നെ വിശ്വസിച്ചില്ല. കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വിലക്കി. ജനങ്ങൾക്ക് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ പാർട്ടി ബ്ലോക്ക് ചെയ്തു. താൻ MLA ആയിരുന്നപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. തോട്ടം തൊഴിലാളികളുടെ പണത്തിലാണ് മൂന്നാറിൽ സിപിഎം നേതാവ് KV ശശി അടക്കം കാറിൽ സഞ്ചരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ വിമർശിച്ചു. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകും. രാഹുൽ, വിമർശനം തുടരുകയാണ് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെ എസ് രാജേന്ദ്രൻ. ആര്യ, കഴിഞ്ഞ ദിവസമാണ് ദേവികുളം മുൻ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ BJPയിൽ ചേർന്നത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം മൂന്നാറിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുകയും എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നും BJPയിൽ അംഗത്വം സ്വീകരിച്ച ആളുകൾക്ക് ഒരു സ്വീകരണം നൽകുകയുമായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അല്പസമയം മുമ്പാണ് നമ്മൾ നിൽക്കുന്ന ഈ മൂന്നാറിൽ ഈ പരിപാടി പൂർത്തിയാകുകയും ചെയ്തത്. അതിനിടയിലായിരുന്നു എസ് രാജേന്ദ്രൻ CPMനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തത്. CPM തന്നെ വിശ്വസിച്ചില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷം ഈ പാർട്ടിയുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 വർഷം തന്നെ കൊണ്ട് മൂന്നാറിൽ ഒരു കാര്യം പോലും ചെയ്യാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് BJPയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചതെന്നും ആളുകളോട് പറയുകയും ചെയ്തു. BJPയിൽ ചേർന്നതിന്റെ ഉദ്ദേശം വ്യക്തിപരമല്ല, മറിച്ച് തോട്ടം തൊഴിലാളികൾക്കുൾപ്പെടെ കുറേയധികം ഗുണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ലഭിക്കാനുണ്ട്. അത് വാങ്ങി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ഉൾപ്പെടെ ആളുകൾ BJPയിലേക്ക് എത്തിയതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ CPMൽ നിന്നും CPIയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വരവ് ഗുണം ചെയ്യും എന്നുള്ളതാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. ആര്യ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.